എല്ലാവർക്കും നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഏകദേശം എല്ലാം കഴിഞ്ഞു. തമിഴ്നാട്ടിൽ മാത്രം അണ്ണാമലൈ പറഞ്ഞത് 100% സത്യമായി എന്ന് പറഞ്ഞ് നമ്മൾ കരുതേണ്ടി വരും. ജയിക്കാനുള്ള കാരണം ADMKയുടെ എതിരായിട്ടും DMKയുടെ എതിരായിട്ടും അഴിമതികൾക്ക് എതിരായിട്ട് നമ്മുടെ ശ്രീ അണ്ണാമലൈ ചെയ്ത സമരങ്ങൾ ജനങ്ങളുടെ മനസ്സിൽ ശരിക്ക് ഇറങ്ങിച്ചെന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ സനാതനധർമ്മത്തെ പുച്ഛിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ മകനും ചെയ്ത വ്യാഖ്യാനങ്ങൾ ആ തമിഴ് മക്കളെ ശരിക്ക് മുറിവേൽപ്പിച്ചു. ആ സമയങ്ങളിൽ ADMKയുമായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ലാതെ ഒറ്റയാൾ പോരാട്ടമായിട്ട് നടന്ന അണ്ണാമലൈ ജനങ്ങളുടെ മനസ്സിലെ ആഴത്തിൽ ഇറങ്ങിച്ചെന്നിരുന്നു. പാർട്ടിയുടെ നേതാക്കന്മാരുടെ മുകളിൽ നിന്നുള്ള ആദേശങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ അവിടെ ADMKയിൽ നിന്ന് വന്ന ഒരു MLA ആ പാർട്ടിയുടെ അധ്യക്ഷനാവുകയുണ്ടായി. അദ്ദേഹം അധ്യക്ഷനായപ്പോൾ ADMKയുമായിട്ട് ഒരു പൊത്തു വന്നു. ADMKക്കെതിരായിട്ടും അതിലെ മന്ത്രിമാർക്കെതിരായിട്ടും അണ്ണാമലൈ ശരിക്ക് ശബ്ദമുയർത്തിയതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, വാരണാസിയിലെ ഒരു ഫംഗ്ഷനിൽ മോദിയുമായിട്ട് പങ്കുചേരാൻ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും വീഡിയോയിൽ ലഭ്യമാണ്. അതൊക്കെ മനസ്സിൽ മറക്കാൻ അണ്ണാമലൈക്ക് വളരെ ബുദ്ധിമുട്ടുള്ള പുള്ളി പൊതുവെ ഒരു രാഷ്ട്രീയ പരിപാടിയായിട്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയല്ല. പുള്ളി ഒരു IPSകാരനായിരുന്നു. അദ്ദേഹം ഈ പാർട്ടിയിൽ വന്നത് തന്നെ നേരോടെ നിർഭയം ജനങ്ങൾക്ക് മുമ്പിൽ ഏത് കാര്യവും അവതരിപ്പിക്കാനും അതിൽ കൂടെ ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാനും വേണ്ടിയായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തെലങ്കാനയിലെ ബണ്ടി സഞ്ജയ് എന്ന് പറഞ്ഞ വ്യക്തി അവിടെ പാർട്ടി അധ്യക്ഷനായി നിലകൊള്ളുന്ന സമയത്ത് അവിടുത്തെ പാർട്ടിയിലെ ജനങ്ങളും എല്ലാവരും അദ്ദേഹത്തിനൊപ്പം പൂർണ്ണമായും നിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തെ മാറ്റി വീണ്ടും പഴയ പ്രസിഡൻറ്റിനെ അവിടെ വച്ചപ്പോൾ അതിൻ്റെ തക്കഫലം അവിടെ BJP കണ്ടിരുന്നു. അതേ സ്ഥിതിയാണ് തമിഴ്നാട്ടിലും ഇപ്പോൾ അനുഭവപ്പെട്ടത്. പുള്ളി അണ്ണാമലൈ എന്ന് പറഞ്ഞ വ്യക്തി അതിൽ നിന്ന് പാർട്ടിയിൽ മാറിയില്ല. പുള്ളി മാറി നിന്നതുകൊണ്ട് അത് വലിയൊരു ക്ഷീണം BJPക്ക് സംഭവിച്ചു. എന്താണോ നേതൃത്വം ഇവർക്കൊപ്പം നിൽക്കാൻ നോക്കിയത് എന്ന് വ്യക്തമല്ല. അത് ഭാവി തീരുമാനിക്കട്ടെ. പക്ഷേ രാഷ്ട്രീയ ഒരു പക്വതയും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ശ്രീ വിജയ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി തമിഴ്നാട്ടിൽ തുടരാൻ വലിയ ഇത് കാണുന്നില്ല. അതും രാഹുൽ ഗാന്ധിയുമായിട്ട് പുള്ളി ചങ്ങാത്തം കൂടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് അദ്ദേഹം തന്നെ ചരമഗീതം എഴുതുന്നതിന് തുല്യമാണ്. ഏതൊക്കെ പാർട്ടികൾ രാഹുലുമായിട്ട് ഒത്തുകൂടിയിട്ടുണ്ടോ അവരൊക്കെ നശിച്ച് നാരങ്ങളായിട്ടുണ്ട്. ഒരു രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഇത് വീണ്ടും BJPയെ
അണ്ണാമലയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ തമിഴ്നാട് ഒരു നല്ലൊരു ഭാവി, നല്ല വ്യക്തിയുടെ കയ്യിൽ BJP ഉള്ള മാതിരിയും ഒരു ഉറപ്പാവും. അദ്ദേഹം പറഞ്ഞതായിരുന്നു, ഈ വർഷം നമുക്ക് തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായി കിട്ടിയില്ലെങ്കിലും അടുത്തതിൽ നമ്മൾ പൂർണ്ണമായിട്ടും നേടിയിരിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവിയാണ് പുള്ളിയെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി അണ്ണാമലയുടെ കയ്യിലേക്ക് തന്നെ BJPനെ എത്തിക്കും എന്ന് കരുതാം, അല്ലേ? എല്ലാവർക്കും നന്ദി, നമസ്കാരം.